വെൽക്കം ടു PSC ഡ്രീമേഴ്സ്. എല്ലാവർക്കും PSC ഡ്രീമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ നോക്കുന്നത്. അത് PSC പബ്ലിഷ് ചെയ്ത പ്രൊവിഷണൽ ആൻസർ കീ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 3, 4 മാത്രം. അതായത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, മ്യൂണിക്ക് സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പ്രസ്താവനകൾ ഇതാണ്. ഫത്തേപൂർ സിക്രിയിൽ കോട്ട സമുച്ചയം സ്ഥാപിച്ചത് ഷാജഹാനാണ്. ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നു. ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ ആണ്. അപ്പം തന്നിരിക്കുന്നവയിൽ ഒന്നും ശരിയല്ല എന്നുള്ളതാണ് PSCയുടെ ആൻസർ. ഓപ്ഷൻ ഡി. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിൻ്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ സി ആണ് 4 മാത്രം. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്ന് ഈ നിയമം നിർബന്ധിച്ചു. താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞിരാമൻ. ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവരെല്ലാം. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ബി. 1, 3 മാത്രം. പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. ലെനിൻ സർക്കാരിൻ്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. റഷ്യയ്ക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള സ്രോതസ്സുകളെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ബി. 2, 4 മാത്രം. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 1, 2, 4 മാത്രം. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു. ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക, മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി. 1905 ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിൻ്റെ ഫലമായി ഉണ്ടായത്? ഓപ്ഷൻ സി. 1, 2, 3 മാത്രം. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ
ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻ എ. അവ കൃത്യമായ ഉയരത്തിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നു. എന്നാൽ പ്രകൃതിദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കാൻ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല. ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയയും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഒരു പെരിഗ്ലേഷ്യൽ പ്രദേശം. അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും വസ്തുക്കളുടെ സ്ഥാനചലനത്തിനും ക്രമീകൃത ഭൂതല രൂപീകരണത്തിനും കാരണമാകുന്നു. ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണ്? പടിഞ്ഞാറൻ ഘട്ടങ്ങൾ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയങ്ങൾ, ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ചുകൂടിയുള്ള ഓറോഗ്രാഫിക് ഫലങ്ങൾ, കാറ്റിൻ്റെ വഴിത്തിരിവ്, മഴനിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഭാരതീയ മൺസൂണിൻ്റെ തീവ്രതയും വ്യത്യാസവുമെന്താണ് നിർണ്ണയിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം? അന്തർട്രോപ്പിക്കൽ കോൺവെർജൻസ് സോൺ എന്നതിൻ്റെ സ്ഥാനമാറ്റം, ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രതിഘാതങ്ങൾ, എൻസോ സംഭവങ്ങൾ എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുത്തുന്നത്. പാലക്കാട് ചുരത്തിൻ്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യ പ്രവർത്തനങ്ങളിലും ഉള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇത് കാലാവസ്ഥ ഗേറ്റ്വേയായി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി. ഘടകമൂല്യത്തിൻ്റെ അറ്റ ദേശീയ ഉൽപ്പന്നം. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഘടാവോ ലക്ഷ്യമിടുന്നത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 5-ാം പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ ഡി. നീതി ആയോഗിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി. 2, 3 മാത്രം. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ ചെയർമാനാണ്. നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? 2 മാത്രം. നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. വരുമാനക്കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏത്? റവന്യൂ കമ്മിറ്റി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചിലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവാണ്. എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ. താഴെ പറയുന്ന ഏത് വകുപ്പാണ് നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഓപ്ഷൻ ബി. ഓൺലി 1 and 2. ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില
സംഘടനകളെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. 2 and 3 അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയുള്ളത്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വകുപ്പുവൽക്കരണത്തിൻ്റെ 4 അടിസ്ഥാനങ്ങൾ 4Ps എന്നറിയപ്പെടുന്നു. ഏതെല്ലാം? ഓപ്ഷൻ സി ഓൺലി 1, 3 and 4. ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. 25ാമത്തെ ക്വസ്റ്റ്യൻ. 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി, ഇപ്പോൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. നാഗാലാൻഡ്, മിസോറാം, മേഘാലയ, ജമ്മു കാശ്മീർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് നവംബർ 26, 1949, ജനുവരി 26, 1950. ഓപ്ഷൻ സി. ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്. ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 356. ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ. കുമാരനാശാൻ്റെ ഏത് കൃതിയിലെ വരികളാണിത്? ഓപ്ഷൻ എ ദുരവസ്ഥ. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്പനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? പടയണി. ഓപ്ഷൻ സി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ ഡി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആൻ്റണിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ? ഓപ്ഷൻ സി നിർമ്മാലയം. അമ്പ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏത്? ഓപ്ഷൻ എ സമുദ്രശില. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാർ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏത്? ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി. ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം? ഓപ്ഷൻ എ 1920. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി വോളിബോൾ. ബംഗ്ലാദേശിൻ്റെ ദേശീയ കളി? ഓപ്ഷൻ ഡി കബഡി. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? മുകളിൽ പറയുന്നവയൊന്നുമല്ല. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്? ഓപ്ഷൻ എ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? 1, 2, 3 മാത്രം. മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ്, സൂം. ഓൺലൈൻ ഹാരാസ്മെൻറ്റ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ സി സൈബർ ബുള്ളിംഗ്. ലാൻ, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? 1, 2 മാത്രം. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ലാനിനു വാനിനേക്കാൾ വേഗതയുണ്ട്. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച് ശരിയായ വാക്യം അഥവാ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. 1, 3, 4 ശരിയാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ആചരിച്ചു വരുന്നു. ഇത് ചന്ദ്രയാൻ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ്. ഇത് ചൊവ്വ ഭ്രമണ ദൗത്യത്തിൻ്റെ വിജയസൂചകമായുള്ള ആചാരമാണ്. പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും
F is equal to G m1 m2 divided by r square എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടൻ്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇത് G ആൻഡ് R എന്നിവ യഥാക്രമം ഓപ്ഷൻ എ ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം, പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരം. ആഗോളതാപന സാധ്യത സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1, 4, 5. കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹ വാതകം കൊടുക്കുന്ന താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു. GWP പലപ്പോഴും 100 വർഷത്തിൻ്റെ കാലയളവാണ് കണക്കാക്കുന്നത്. ഒന്നിലധികം ഹരിതഗൃഹ വാതകങ്ങളുടെ ആവാസവ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഹരിതഗൃഹ വാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുന്നതിനുമുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു. IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2014 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി ശരിയായ ഗ്രൂപ്പിംഗ് തിരിച്ചറിയുക. ഓപ്ഷൻ എ ആക്റ്റീവ് അഡ്സോർപ്ഷൻ, അപ്റ്റാമോർസ്, MXEs, ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ്. 2016 ആധുനിക ആവർത്തന പട്ടികയിലെ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരിയഡിൽ പുതിയതായി താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതിയതായി ചേർക്കപ്പെട്ട മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ലിവർമോറിയം. അടുത്തത് മാത്സ് ആണ്. 51ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി. 52B, 53B, 54A, 55D, 56A, 57B, 58C, 59D, 60A, 61B, 62A, 63D, 64D, 65C, 66C, 67D, 68B, 69B, 70C. അടുത്ത ഇംഗ്ലീഷാണ്. ഡാഷ് supposed to complete these assignments by afternoon. ഓപ്ഷൻ സി ആണ്. ബോത്ത് 2 and 3. Students are advised to refrain dash bad company. Option D from. A few workers participated in the strike. Option B didn't they? Where is the bus stand? Said the young man. Change into indirect speech. Option C ആണ് ഉത്തരം. The young man wanted to know where the bus stand was. The singer performed. Option D melodiously at the concert for 2 hours. I expressed my strong desire to learn dash kayaking dash canoeing to know the differences. Both and. There is no less than 50 packets of noodles in the carton. There are no fewer than 50 packets of noodles in the carton. Next year, I dash guitar for 20 years. Option B will have been playing. Are we not going to finish the lesson today? Change into passive voice. Is the lesson going to be finished by us today? His teacher tried at correct him
by giving valuable advices. Correct the sentence. His teacher tried to correct him by giving valuable advice. Yesterday, Tim parked in a restricted area and the police dashed his truck. Choose the word that best complete the sentence. Impounded. I was dashed when they ranged up and informed that I had won a lottery. Choose the correct idiom. I was on cloud 9. കഴിഞ്ഞ ദിവസത്തെ എക്സാമിനും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. It was her first appearance in public as a performer in Bollywood movies. Give the one word for the word in italics. Debut. Option C. The company celebrated the accomplishment of all their goals. Choose the antonym of the underlined word. Option A. Failure. The weather is suitable for sowing seeds. Option B ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. Choose the word that is spelled incorrectly. Incorrectly ആണ്. ഓപ്ഷൻ ബി entrepreneur. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. 89ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി. 90ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. 91. താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷയായ പദരൂപം ഏത്? മാനക ഭാഷ. ഓപ്ഷൻ ബി. പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. പ്രേക്ഷക. ഓപ്ഷൻ സി. താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ ബി. താൾ പ്ലസ് കോൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദരൂപം ഏത്? വിദ്യാർത്ഥി. ഓപ്ഷൻ ഡി. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഡി. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ. മാരാർ. പാർവതീജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെ? പാർവതീജായായിട്ടുള്ളവൻ. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. അന്യരുടെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. പ്ര പ്ലസ് മാനം എന്ന ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം. പ്രമാണം. ഓപ്ഷൻ ഡി. തുടക്കം തന്നെ ഒടുക്കവുമായിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല് ഏത്? കന്നിപറിക്കലും കടലാട്ടവും ഒരുമിച്ച്. ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.